എല്ലാവർക്കും നമസ്കാരം. സ്വനം മ്യൂസിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വനം മ്യൂസിക്സിലൂടെ മത്സരങ്ങൾക്കായി പാടാനുള്ള ലളിത സംഗീത ക്ലാസ്സിലെ അവസാനമായി പഠിപ്പിച്ച എപ്പിസോഡിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. ഗാനം ഇതായിരുന്നു: നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാം ഒരു ഗാനം, കല്ലോലങ്ങളും മാരുതനും നടനമാടും പൂവനിയും. 3 ക്ലാസ്സുകളാണ് ഇതുവരെ പഠിപ്പിച്ചത്, 3 ലെസൺസായിട്ട്, 3 എപ്പിസോഡായിട്ട്. ഇന്ന് 4ാമത്തെ എപ്പിസോഡ്. ഈ പാട്ടിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന്. ഞാനൊരു ഹമ്മിങ് ഇതിൽ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ ഹമ്മിങ്ങോട് കൂടിയിട്ടാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. പല്ലവി അതിൻ്റെ പല്ലവി ചരണം 3 ക്ലാസ്സിലായിട്ട് പഠിപ്പിച്ചതാണ്. ഇന്ന് ഹമ്മിങ്ങും പല്ലവിയും ഒന്നുകൂടെ പാടാം. അപ്പോൾ ഇന്ന് ഹമ്മിങ് ആദ്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും മറ്റുള്ള പാട്ട് പഠിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. യുവജനോത്സവ വേദികളിലേക്കായിട്ടാണ് ഈ പാട്ട് പാടുന്നതിനായി പഠിപ്പിക്കുന്നത്. പല്ലവി ചരണം പാട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇനിയും പഠിക്കാൻ സമയമുണ്ട്. ഈ ചാനലിൽ ഈ പാട്ട് ഉണ്ടാവും. എല്ലാ പാട്ട് ഇഷ്ടപ്പെടുന്നവരും, സംഗീത വിദ്യാർത്ഥികളും മത്സരാർത്ഥികളും മത്സരത്തിന് പോകുന്നവരും എല്ലാവരും ഈ പാട്ട് ശ്രദ്ധിക്കുക. പാട്ട് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും കൂടെ ഇത് ഷെയർ ചെയ്യുക. സാധിക്കുമെങ്കിൽ സ്വനം മ്യൂസിക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക്. അപ്പം ഇന്ന് ഈ പാട്ടിൻ്റെ ഹമ്മിങ് പല്ലവി അറിയാലോ. പല്ലവി: നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാ ഒരു ഗാനം, നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാ ഒരു ഗാനം, കല്ലോലങ്ങളും മാരുതനും നടനമാടും പൂവനിയും, കല്ലോലങ്ങളും മാരുതനും നടനമാടും പൂവനിയും, നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാ ഒരു ഗാനം. ഇതായിരുന്നു പല്ലവി. ഇനി ഇതിൻ്റെ ഹമ്മിങ് പഠിക്കാം. ആദ്യം ഹമ്മിങ് ആണല്ലോ നമ്മൾ പാടുക. ഒരു ഹമ്മിങ് പാടുമ്പോഴാണ് നമുക്ക് ആ പാട്ടിലേക്കുള്ളൊരു അറ്റൻഷൻ ശ്രോതാക്കൾക്ക് കൂടുതൽ ലഭിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഹമ്മിങ് നന്നായി നമ്മൾ പാടിക്കഴിഞ്ഞാൽ ഇനി എന്താ വരുന്നത് എന്നുള്ളൊരു ഒരു അറിയാനുള്ളൊരു ആകാംക്ഷ ശ്രോതാക്കൾക്ക് ഉണ്ടാവും. നന്നായിട്ട് ഹമ്മിങ് പാടുമ്പോൾ നമ്മൾ പാടിക്കഴിഞ്ഞാൽ പാട്ടിലേക്ക് ഒരു മൈൻഡ് രജിസ്റ്റർ ആവാൻ എളുപ്പമാണ്, അല്ലേ? അപ്പം നമ്മൾ യുവജനോത്സവ വേദികളൊക്കെ പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനെപ്പോഴും വിദ്യാർത്ഥികളോട് പറയാറുണ്ട്. നമ്മൾ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇപ്പം നമ്മുടെ മുന്നിൽ ഒരുപാട് ഓഡിയൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് യുവജനോത്സവ വേദികളിലൊക്കെ നമുക്ക് അനുഭവങ്ങളാണ്, അല്ലേ? അപ്പം നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ പോലെ ആയിരിക്കും ഓഡിയൻസിൻ്റെ സ്വഭാവം, അവിടുത്തെ എന്താ പറയുക ആംബിയൻസ്, അവിടുത്തെ ബഹളങ്ങൾ. ആകെ ഒരു ബഹളമായിരിക്കാം കോമ്പറ്റീഷൻ ചെല്ലുമ്പോൾ. അപ്പോൾ ചില കോമ്പറ്റീഷനൊക്കെ ഹാളിൽ വെച്ചൊക്കെ നടത്താറുണ്ട്. എങ്കിലും ബഹളം കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നമ്മൾ പാടാൻ മൈക്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഓഡിയൻസിൻ്റെ ആ ഒരു നമുക്ക് കിട്ടുമല്ലോ. അതായത് എത്ര ഓഡിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ ഒരു ബഹളം. ഇല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ എപ്പോഴും കാണാറ് ഈ ഇൻഡിവിജ്വലായിട്ട് സംഗീത അതായത് സോളോ കോമ്പറ്റീഷൻ്റെ ഈ മൈക്ക് ബോക്സ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് സാധാരണ സംഭവിക്കാറുള്ളൊരു കാര്യം കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. തൊട്ട് അപ്പുറത്ത് നടക്കുന്ന മത്സരവേദികളിലെ മോണിറ്ററെല്ലാം നമ്മൾ പാടുന്ന ഭാഗത്തേക്കായിരിക്കാം ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവുക. അത് ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന അതിൻ്റെ സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരിക്കലും ഒരു സംഗീത പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് വേറൊരു ബഹളം വരാത്ത രീതിയിലായിരിക്കണം ഏറെക്കുറെ ചെയ്യുക. നമുക്ക് ഒരു പരിമിതികൾ ഉണ്ടാവാം. കാരണം ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ പരിമിതി ഉണ്ടാവാം, സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ടാവും. ചിലപ്പോൾ വേറെ സ്കൂളുകളിലൊക്കെ വെച്ച് നടത്താറുണ്ട്. ചിലപ്പോൾ ഒരു വലിയ ഒരു ഏരിയയിൽ കുറേ സ്റ്റേജ് കെട്ടി ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഒരു ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരിക്കും. നമുക്കിങ്ങനെ മറ്റ് പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പാടുന്ന ശ്രുതി താളമൊക്കെ മാറിപ്പോവാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ മൈക്കിൻ്റെ കുറച്ച് അടുത്തേക്ക് നിന്നിട്ട് അറിയാലോ, നമുക്കൊരു മൈക്ക് ഡിസ്റ്റൻസ് നമുക്കറിയാം, എത്രമാത്രം നമ്മൾ വോയിസ് പിക്ക് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഓഡിയൻസ് എത്രമാത്രം വ്യക്തമായിട്ട് കേൾക്കണം. ആ ഒരു അകലം പാലിച്ച് വേണം. പല സ്ഥലത്തും പല പോലെ മൈക്കിൻ്റെ പിക്കപ്പിങ് ട്യൂൺ ചെയ്ത് വെക്കുന്ന സൗണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കേട്ടാലറിയാം. അപ്പോൾ നമ്മൾ ഏകദേശം നമുക്കൊരു ഡിസ്റ്റൻസ് കൂടുതൽ പുറയിലേക്ക് പോവാതെ, എങ്കിൽ നമ്മളെ ശബ്ദം പീക്ക് ചെയ്യാത്ത രീതിയിൽ നമുക്ക് കേട്ടാലറിയാം. അവിടുത്തെ ശബ്ദം നമുക്ക് കേട്ടാലറിയാം. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ശബ്ദം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കേട്ടറിയാം. എങ്കിലും ഇതിൻ്റെ ഒരു ടെക്നിക്കലിയുള്ള കാര്യങ്ങൾ പറയുന്നു എന്നുള്ളൂ. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഒരു പാട്ട് പാടാൻ. പിന്നെ ഹമ്മിങ് നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് ഹമ്മിങ് പഠിച്ചു കഴിഞ്ഞാൽ എത്ര ശ്രദ്ധിക്കാത്ത എത്ര ബഹളത്തിലുള്ള ശ്രോതാക്കളും നല്ലൊരു ഹമ്മിങ് ഈ പാട്ട് അല്ലേ, തിരക്കേടില്ല, പാടി വരുന്നുണ്ട്, ഹമ്മിങ് നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാട്ട് കേൾക്കാൻ ഉള്ളൊരു ആകാംക്ഷ അവിടെ കൂടുതൽ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പ്രശ്നം ശ്രദ്ധിക്കുക. അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് ബഹളമുള്ള പ്രോഗ്രാംസ് ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെലേക്ക് നമ്മൾ ശ്രുതി പോവാതെ വളരെ ശ്രദ്ധിച്ച് വേണം പാടാൻ. അതുപോലെ ലളിതഗാനങ്ങൾക്ക് ശ്രുതി ബോക്സ് വെക്കാറില്ല, ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളുണ്ടല്ലോ. വീട്ടിലാരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഒരു മൊബൈലിൽ ഈ പഠിപ്പിക്കുന്ന ക്ലാസ്സിൻ്റെ അതേ ശ്രുതി ഒന്ന് മൂളി വയ്ക്കുക. ഇപ്പം നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന ശ്രുതി നമ്മളെന്തായാലും പഠിപ്പിക്കാൻ നേരത്തെ ഇത് കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ആ ശ്രുതിയിലൊന്ന് ജസ്റ്റ് മൂളി വയ്ക്കുക. കാരണം തൊട്ട് മുന്നേ പാടി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടിയുടെ ശ്രുതിയും നമ്മളെ ശ്രുതിയും വേറെ ആയിരിക്കും. അത് പ്രധാനപ്പെട്ടൊരു കാര്യം അല്ലേ. ഇപ്പം ഞാനിവിടെ വെച്ചിരിക്കുന്നത് എ ഷാർപ്പാണ്, 6.5 കട്ട ശ്രുതി. അത് ചിലപ്പോൾ നമ്മൾ മുന്നിൽ പാടിയ കുട്ടി സാ എന്നൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ സാ എന്നായിരിക്കാം. അപ്പം നമ്മളറിയാതെ ആ ശ്രുതിയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പഠിച്ചെടുത്തെല്ലാം വെറുതെ ആയി പോകുന്നൊരവസ്ഥ സ്റ്റേജിലുണ്ടാവും. കാരണം തൊട്ട് മുന്നത്തെ കുട്ടി കുറച്ചുകൂടെ പിച്ച് കൂട്ടിയാണ് പാടിയിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ ആ ശ്രുതിയിലേക്ക് പോകും. പിന്നെ നമുക്ക് ചിലപ്പോൾ നമ്മളെ പാട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കംഫർട്ടായിട്ടുള്ള ശ്രുതിയിലായിരിക്കും. അപ്പോൾ അതിലും വലിയൊരു ശ്രുതിയിൽ പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഹൈ പിച്ചിലെത്തില്ല, ഒരുപാട് പ്രശ്നം വരും. ഇതുപോലെ തന്നെ തിരിച്ചും സംഭവിക്കാം. അതായത് നമ്മളെ തൊട്ട് മുന്നിൽ പാടിയിരിക്കുന്ന കുട്ടിയുടെ ശ്രുതി കുറവായിരിക്കും. അപ്പോഴും നമുക്ക് കംഫർട്ടായിട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടിൻ്റെ ശ്രുതി കുറഞ്ഞു പോയാൽ ചിലപ്പോൾ നമുക്ക് ബേസിലേക്കുള്ള നോട്ടൊന്നും കേൾക്കില്ല. ഒരു എയർ മാത്രം വരുന്ന പോലെ ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പോവും. അതുകൊണ്ട് അടുത്ത ചെസ്റ്റ് നമ്പർ വിളിക്കുന്നതൊക്കെ തൊട്ട് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂളിയിട്ട്, മൊബൈൽ പുറത്തുനിന്ന് സ്റ്റേജിൽ കയറുന്നതിന് ജസ്റ്റ് മുമ്പ് ജസ്റ്റ് ഒന്ന് മൂളിയിട്ട് മൊബൈൽ അവിടെ ആരുടെയും കയ്യിൽ കൊടുത്ത് ആ ശ്രുതി മനസ്സിൽ കീപ്പ് ചെയ്തിട്ട് വേണം സ്റ്റേജിലേക്ക് പോകാൻ. വേറെ ഒന്നും ശ്രദ്ധിക്കരുത്. ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങൾ ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഹമ്മിങ്ങിലേക്ക് പോവാം.
ആ ഇത്രയാണ് ഈ പാട്ടിൻ്റെ ഹമ്മിങ്. ഇനി കുറച്ച് നമുക്ക് പാടാം. ആദ്യം ഞാൻ പറഞ്ഞത് ജോഗ് എന്ന് പറയുന്ന രാഗം ബേസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. അപ്പോൾ നമ്മൾ അല്ലേ അല്ലെങ്കിൽ അങ്ങനെയും പാടാം, കുറച്ച് സിമ്പിളായിട്ട് പാടാം. പിന്നെ ഒരു ഫ്രേസ് കൂടെ അല്ലേ. അത് ഒന്നുകൂടെ വേണമെങ്കിൽ സത്യം ചെയ്യാം. അത്രയും പോവാം. അപ്പോൾ ഇതാണ് ഹമ്മിങ്. ഇനി നമുക്ക് ഓരോ ഫ്രേസും, അതായത് 4 ഫ്രേസ് അല്ലേ. ഒന്നാമത്തത് രണ്ട്, അല്ലെങ്കിൽ 3, 4. അല്ല, അത് നീട്ടുന്നത് കുറച്ചും കൂടെ നമുക്ക് ഇത്രയും പാടാം. അപ്പോൾ ഞാൻ ഓരോ ഫ്രേസായിട്ട് പാടിയിട്ടുണ്ട്, ഒരുമിച്ച് പാടിയിട്ടുണ്ട്. ഈ 4 ഫ്രേസാണ് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക. ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഒരിക്കൽ കൂടെ പാടാം. അതിൽ രണ്ടാമത്തെ ഫ്രേസ് നമ്മൾ പാടുമ്പോൾ അങ്ങനെ പാടാം. സംഗതി ചേർത്തും പാടാം, സിമ്പിളായിട്ടും പാടാം. രണ്ടും പാടി വെച്ചിട്ടുണ്ട്. 3 അല്ലേ. അത്ര. പിന്നെ ഇത്രയാണ് ഈ പാട്ടിൻ്റെ ഹമ്മിങ്. അപ്പോൾ ഈ ഹമ്മിങ് ആദ്യം പഠിച്ച് ഹമ്മിങ് പാടി, പല്ലവി പാടി, അനുപല്ലവി പാടി, ചരണം പാടി, ഇങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഫോർമാറ്റ് ലളിതഗാനങ്ങളുടെ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ച് എല്ലാവരും ഈ പാട്ട് മത്സരങ്ങളൊക്കെ ആയിട്ട് പാടാം. ഹയർ സെക്കൻഡറി അതുമാതിരി ഹൈസ്കൂൾ വിഭാഗത്തിലേക്കാണ് ഈ പാട്ട് പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 4 ക്ലാസ്സും എല്ലാവരും കേട്ട് അഭിപ്രായം അറിയിക്കുക. സോനം മ്യൂസിക് ചാനലിൽ ഇതുവരെ എല്ലാ പരിപാടികൾക്കും, എല്ലാ സംഗീത പരിപാടികൾക്കും എല്ലാവരും നന്നായിട്ട് പിന്തുണച്ചിട്ടുണ്ട്. ഈ ലെസൺസിനും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പാട്ട് നിളാനദിയുടെ പുളിനം പാടും എന്ന ഗാനം ഈ ഒരു എപ്പിസോഡ് കൂടി തീരുകയാണ്. തീർച്ചയായിട്ടും അടുത്തൊരു പാട്ടുമായി ഉടനെ വരാം. വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.